നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൊൻകുന്നത്തിന് ഉത്സവഛായ പകർന്ന ദൃശ്യം 2K25 സമാപനത്തിലേക്ക്. ഏറെ ശ്രദ്ധ നേടി മെഡിക്കൽ എക്സിബിഷൻ. കാഴ്ചക്കാരെ ഇളക്കിമറിച്ച് ഫ്യൂഷൻ വാട്ടർ ഫയർ ഡ്രം മ്യൂസിക് ഇവന്റ്. ബാപ്പുജിയെ അനുസ്മരിച്ച് രാജ്യം. മഹാത്മജിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. നാടെങ്ങും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും. ചെറുവള്ളിക്കാവ് ഭക്തിസാന്ദ്രം. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. അയ്യപ്പ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ പുനഃപ്രതിഷ്ഠിച്ചു. നാടിനെ തീരാ ദുഃഖത്തിലാഴ്ത്തി ജിജോ മടങ്ങി. പ്രതിശ്രുത വരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചത് ഇന്നലെ രാത്രി. ഇന്ന് വിവാഹം നടക്കേണ്ട ദൈവാലയത്തിൽ നടന്നത് സംസ്കാര ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. ദൃശ്യം 2K25ന്റെ ഭാഗമായി പൊൻകുന്നത്ത് നടന്ന മെഡിക്കൽ എക്സിബിഷൻ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. സ്കൂൾ കുട്ടികൾ അടക്കം നൂറുകണക്കിന് ആളുകളാണ് 3 ദിവസം നീണ്ടുനിന്ന എക്സിബിഷൻ കണ്ടത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് നടന്ന മെഡിക്കൽ എക്സിബിഷൻ ഏറെ ശ്രദ്ധ നേടി. ദൃശ്യം 2K25ന്റെ ഭാഗമായാണ് 3 ദിവസം നീണ്ടുനിന്ന മെഡിസ്ഫിയർ മെഡിക്കൽ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഉള്ളറകൾ തുറന്നുകാട്ടുന്ന വിവിധ അവയവങ്ങളുടെ പ്രദർശനം, ഭ്രൂണ വളർച്ച, ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ, ഭക്ഷണ രീതികൾ, കുട്ടികൾക്കായുള്ള ഹൊറർ റൂം തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിലുണ്ടായിരുന്നു. വിവിധ സ്കൂളുകളിൽ നിന്നും നൂറുകണക്കിന് കുട്ടികളാണ് പ്രദർശനം കണ്ടത്. കുട്ടികൾ അവരുടെ സംശയങ്ങൾ ചോദിച്ചറിഞ്ഞാണ് എക്സ്പോ കണ്ടത്. SME കാഞ്ഞിരപ്പള്ളി നഴ്സിംഗ് കോളേജ്, കാഞ്ഞിരപ്പള്ളി B.Ed കോളേജ് എന്നിവർ ചേർന്നാണ് മെഡിസ്ഫിയർ എക്സ്പോ അണിയിച്ചൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നത്തെ ഇളക്കിമറിച്ച് ഫ്യൂഷൻ. ദൃശ്യം 2K25ന്റെ ഭാഗമായാണ് ഫ്യൂഷൻ വാട്ടർ ഫയർ ഡ്രം അരങ്ങേറിയത്. കാഴ്ചക്കാരെ ഇളക്കിമറിച്ച് ഫ്യൂഷൻ വാട്ടർ ഫയർ ഡ്രം. ചിറക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദൃശ്യം 2K25ന്റെ ഭാഗമായാണ് പൊൻകുന്നത്ത് ഫ്യൂഷൻ വാട്ടർ ഫയർ ഡ്രം മ്യൂസിക് ഇവന്റ് അരങ്ങേറിയത്. പൊൻകുന്നത്തിന്റെ സ്വന്തം കലാകാരൻ സുനിൽ പ്രയാഗ് കീബോർഡിലും ഡ്രമ്മർ സിബിർ ഡ്രമ്മിലും അത്ഭുതം കാട്ടിയപ്പോൾ കാഴ്ചക്കാർ സ്വപ്നലോകത്തെത്തി. ആസ്വാദകരായി നൂറുകണക്കിന് ആളുകളാണ് ബസ് സ്റ്റാൻഡ് മൈതാനിയിലെത്തിയത്. ഫ്യൂഷന് മുമ്പായി വയനാട് നാട്ടുകൂട്ടം അവതരിപ്പിച്ച ഗോത്രഗാഥ നാടൻപാട്ടുകളുടെ ദൃശ്യശ്രവണ ആവിഷ്കാരമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. രാഷ്ട്രപിതാവിന്റെ 77ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പൊൻകുന്നം ടൗണിൽ പുഷ്പാർച്ചനയും സമ്മേളനവും നടന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാമത് രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പൊൻകുന്നം ടൗണിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയെയും ഗാന്ധിയൻ ആദർശങ്ങളും തമസ്കരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഫാസിസ്റ്റ് ശക്തികൾ നയിക്കുന്ന ഭരണകൂടങ്ങളെന്നും ഇന്ത്യയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉള്ള കാലത്തോളം ജനമനസ്സുകളിൽ നിന്നും ഗാന്ധിജിയെ മായ്ക്കാൻ ദേശവിരുദ്ധ ശക്തികൾക്ക് കഴിയില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങനെ ഈ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്നും ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന ഒരു ജീവവായുവായിട്ടാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജീവനാടി. മണ്ഡലം സെക്രട്ടറിമാരായ PG ജയചന്ദ്രൻ, സജി തോമസ്, സൂരജ് ദാസ്, സാബു B നായർ, ST ജോസഫ്, EJ ഫിലിപ്പ്, ഗാന്ധി ദർശൻ വേദി സെക്രട്ടറി K രാജേന്ദ്രനാഥൻ നായർ, അനന്തകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
നാടിന്റെ ഐശ്വര്യ ദേവതയായ പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടക്കുന്ന കലശ ചടങ്ങുകൾ 5ാം ദിവസത്തിലെത്തി. ക്ഷേത്രത്തിലെ ഉപദേവതകളായ അയ്യപ്പ, ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ പുതുതായി നിർമ്മിച്ച ശ്രീകോവിലുകളിലേക്ക് മാറ്റി പുനഃപ്രതിഷ്ഠിച്ചു. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. പുനർനിർമ്മാണം പൂർത്തിയായ പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ കലശ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഈ മാസം 26-ന് തുടങ്ങിയ ചടങ്ങുകൾ ഫെബ്രുവരി 2-ന് നടക്കുന്ന ബ്രഹ്മകലശത്തോടെ സമാപിക്കും. കലശ ചടങ്ങുകൾ ദർശിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നത്. വ്യാഴാഴ്ച ക്ഷേത്രത്തിലെ ഉപദേവതമാരായ ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ വിഗ്രഹങ്ങളുടെ പുനഃപ്രതിഷ്ഠയാണ് നടന്നത്. രാവിലെ മുളപൂജ, പ്രായശ്ചിത്ത ഹോമം, ശാന്തിഹോമം എന്നിവയ്ക്ക് ശേഷം ഉപദേവതകൾക്ക് കലശപൂജയും കഴിഞ്ഞാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നത്. തുടർന്ന് കലശാഭിഷേകവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാകർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടിയത്. ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായാണ് ചടങ്ങുകൾ നടക്കുന്നത്. 8 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ക്ഷേത്രത്തിലെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദേവസ്വം സെക്രട്ടറി സജികുമാർ അറിയിച്ചു. കൂടാതെ 1.5 വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1.5 വർഷമായി ഇതിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ട്, 2.5 വർഷമായി ഇത് തടിവെട്ട് ഉൾപ്പെടെയുള്ള ജോലികൾ ആരംഭിച്ചു എങ്കിലും 1.5 വർഷമായിട്ടാണ് ക്ഷേത്രം പൊളിച്ചതിന് ശേഷമുള്ള പണികൾ ആരംഭിച്ചത്. അത് ഇത്രയും പെട്ടെന്ന് ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചത് തിരുവള്ളിക്കാവിലമ്മയുടെ അനുഗ്രഹം മാത്രമാണ്. ഈ സമീപ പ്രദേശത്തൊന്നും ഇത്രയും പെട്ടെന്ന് ഒരു ക്ഷേത്ര പുനർനിർമ്മാണം നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത് എല്ലാം ഭക്തജനങ്ങളുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും അകന്നറിഞ്ഞ ഒരു നിർലോഭമായ സഹകരണം ഇതിനെല്ലാം പിന്നിലുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ നാട്ടിലെ ജാതിഭേദമന്യേ എല്ലാവരും അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം ഞങ്ങൾ എന്നും സ്മരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള വികസന പ്രവർത്തനത്തിലും എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 800 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഇത്ര ചുരുങ്ങിയ കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് നാനാജാതി മതസ്ഥരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ടുകൂടിയാണെന്ന് ദേവസ്വം പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ പറഞ്ഞു. നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ ആശയവും അഭിലാഷവുമായിരുന്നു നമ്മുടെ ക്ഷേത്രം നവീകരിക്കുക എന്നുള്ളത്. ഏകദേശം 800 വർഷത്തിന് മേൽ പഴക്കമുള്ള ഈ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ട് ജീർണോദ്ധാരണം അത്യാവശ്യമായി വന്ന സാഹചര്യത്തിലാണ് കമ്മിറ്റിയും പൊതുയോഗവും ഇത് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായവും വിശ്വാസവും അവർക്ക് ദേവിയിലുള്ള വിശ്വാസവും കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനാവശ്യമായ 5 കോടി രൂപ സമാഹരിക്കുവാനും അതിനാവശ്യമായ തടിയും മറ്റു സാധനങ്ങളും സമാഹരിക്കുവാനും വളരെ എളുപ്പത്തിൽ സാധിച്ചു. അതുപോലെ ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഇതെല്ലാം തരികയും ചെയ്ത നല്ലവരായ ഭക്തജനങ്ങളോട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരുടെ പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദാരുശില്പ മാതൃകയിൽ 5 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ദേവസ്വം ഓഫീസിന്റെയും പ്രദക്ഷിണ വഴിയുടെയും പണികൾ പൂർത്തിയാക്കാനുണ്ടെന്ന് ജനറൽ കൺവീനർ അനിൽകുമാർ അറിയിച്ചു. ക്ഷേത്ര സമർപ്പണത്തിന് മുന്നോടിയായി ശ്രീഭദ്രം ഭവനത്തിന്റെ താക്കോൽ ദാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇനിയും ഒരു ഓഫീസ് നിർമ്മാണത്തിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ പ്രദക്ഷിണ വഴി ആണ് ഞങ്ങൾക്ക് ഇനി ചെയ്ത് തീർക്കാനുള്ളത്. കൂടാതെ ഞങ്ങൾ അന്ന് നിർമ്മാണ ഘട്ടത്തിൽ ആരംഭഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ശ്രീഭദ്രം ഭവന പദ്ധതിയുടെ താക്കോൽദാനം കഴിഞ്ഞ 25-ാം തീയതി ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചിട്ടുണ്ട്. അന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. നാടിനെയും വീടിനെയും തീരാദുഃഖത്തിലാഴ്ത്തി ജിജോ മടങ്ങി. ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന പാലാ കടപ്ലാമറ്റം വയല സ്വദേശി ജിജോ ജിൻസനാണ് ഇന്നലെ രാത്രിയുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞത്. വിവാഹം നടക്കേണ്ടിയിരുന്ന ഇലക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ വൈകിട്ട് സംസ്കാരം നടന്നു.
മനസ്സിൽ കോർത്തെടുത്ത സ്വപ്നങ്ങൾ ബാക്കിയാക്കി എല്ലാവരെയും കണ്ണീരിലെഴുത്തി കല്യാണ ദിവസം ജിജോ മടങ്ങി. വിവാഹ അലങ്കാരങ്ങളും സന്തോഷവും ചിരിയും നിറയേണ്ട വീട് സങ്കടക്കടത്തിലണ്ടു. ഇന്നലെയുണ്ടായ അപകടം എല്ലാം തകർത്തു. പാല, കടപ്പളമറ്റം, വയല, നെല്ലിക്കൊന്നിലുള്ള കൊച്ചുപാറയിൽ ജിജോ ജിൻസാണ് ഇന്നലെ രാത്രി കാളികാവിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് വയല സ്വദേശി അജിത്ത് ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ട്രാവലർ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ജിജോയെയും അജിത്തിനെയും നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജിജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വയല സ്വദേശിയായ യുവതിയുമായി ജിജോയുടെ വിവാഹം ഇന്ന് രാവിലെ ഇരക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കാനിരിക്കെയാണ് അപകടം ഉണ്ടായത്. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4-ന് ഇതേ പള്ളിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പാല. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിലെ അമ്മൻകുടം മഹോത്സവം ഭക്തിസാന്ദ്രമായി പുരോഗമിക്കുന്നു. ഉച്ചക്കൊട തൊഴാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ഇളംകുളം ശ്രീ മുത്താരമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവം ഭക്തിസാന്ദ്രമായി പുരോഗമിക്കുന്നു. ഇന്ന് രാവിലെ എണ്ണക്കുടം, കുത്തിയോട്ടം എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നീട് നടന്ന ഉച്ചക്കുട തൊഴുത് മാരിയമ്മന്റെ അനുഗ്രഹം തേടാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. വെളിച്ചപ്പാടുമാർ തുള്ളി ഭക്തരെ അനുഗ്രഹിച്ചു. പനമറ്റം കെ ശങ്കരനാരായണൻ ചെട്ടിയാരും സംഘവും അവതരിപ്പിച്ച വിൽപ്പാട്ടും അകമ്പടിയായി. അമ്മൻകുട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ പൊങ്കാലയും മഞ്ഞൾ നീരാട്ടും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ജീവനക്കാരുടെ സാഹിത്യ സമാഹാരം എഴുത്തുകൾ പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന ഓഡിറ്റ് വകുപ്പും ജില്ലാ ഭാഷാ സമിതിയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഓഡിറ്റ് വിഭാഗം ജീവനക്കാരുടെയും വിരമിച്ച ജീവനക്കാരുടെയും സാഹിത്യ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയ പുസ്തക സമാഹാരം എഴുത്തുകൾ 2ാം പതിപ്പ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രകാശനം ചെയ്തു. കളക്ടറേറ്റ് വിപഞ്ചിക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഓഡിറ്റ് വിഭാഗം റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ പരേതനായ PB നടരാജന്റെ ഭാര്യ വിജയമ്മാളിന് ആദ്യ പ്രതി നൽകിയായിരുന്നു പ്രകാശനം. ഓഡിറ്റ് സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ സാബു ബി ജോർജ് അധ്യക്ഷനായി. കവിയും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ MR രേണുകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. MG സർവകലാശാല ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ S ഷൈജു ഉപഹാര വിതരണം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വന്യമൃഗാക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപവുമായി കർഷക കോൺഗ്രസ് രംഗത്ത്. പാലായിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. വന്യമൃഗ ആക്രമണം തടയാൻ കഴിയാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ കർഷക കോൺഗ്രസ് പാലാ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പന്തംകൊളുത്തി നടന്ന പ്രതിഷേധത്തിന് ശേഷം വനമന്ത്രി AK ശശീന്ദ്രന്റെ കോലവും കത്തിച്ചു. കർഷക കോൺഗ്രസ് പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് സോണി ഓടച്ചോട്ടലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം DCC വൈസ് പ്രസിഡന്റ് AK ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാലാ ബ്ലോക്ക് പ്രസിഡന്റ് N സുരേഷ്, KPCC മുൻ മെമ്പർ ചാക്കോ തോമസ്, അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് റജി തോമസ്, ജോൺസൺ നെല്ലിവേലിൽ, ബെന്നി നെല്ലികൽ, സുഗു വാഴമറ്റം, MN പുരുഷോത്തമൻ, ഐസക് പുലവേലിൽ, ജോസ് മുലയിൽ, റജി പടിഞ്ഞാറമുറി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പാല മൂന്നാനി ഗാന്ധി സ്ക്വയറിൽ രക്തസാക്ഷിത്വ വിശ്വശാന്തി ദിനാചരണം നടത്തി. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഫസ്റ്റ് സെക്രട്ടറി റോഷിനി തോംസൺ IFS ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും പുഷ്പാർച്ചനയ്ക്കായി എത്തി. ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്ത് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനും അതിൻ്റെ ഭാരവാഹികൾക്കും ഈ സംഘടിപ്പിച്ച പരിപാടിക്ക് ഒരു ആത്മാർത്ഥമായ ആശംസകൾ ഞാൻ നേരുന്നു. അറിയിപ്പ്. മൃഗസംരക്ഷണ വകുപ്പ് രാത്രികാല എമർജൻസി വെറ്റിനറി സേവനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സേവനം ചെയ്യുന്നതിന് കേരള സ്റ്റേറ്റ് വെറ്റനറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെറ്റനറി സയൻസ് ബിരുദധാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇവരുടെ അഭാവത്തിൽ വിരമിച്ച വെറ്റനറി ഡോക്ടർമാരെയും പരിഗണിക്കും. അഭിമുഖം നടത്തി 90 ദിവസത്തേക്ക് കരാറടിസ്ഥാനത്തിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് സഹിതം ഫെബ്രുവരി 1-ന് 10:30-ന് കളക്ട്രേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലെത്തണം. ഫോൺ 0481 256 3726.
ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസാപ് കേരളയിൽ AR/VR ട്രെയിനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech, MTech, BCA, MCA. വിവരങ്ങൾക്ക് www.asapkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ മാസത്തെ റേഷൻ വിതരണം ജനുവരി 31 അവസാനിക്കുന്നതിനാൽ ജില്ലയിലെ എല്ലാ കാർഡ് ഉടമകളും ജനുവരി 31 മുമ്പ് റേഷൻ സാധനങ്ങൾ കൈപ്പറ്റണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നത്തിന് ഉത്സവഛായ പകർന്ന ദൃശ്യം 2K25 സമാപനത്തിലേക്ക്. ഏറെ ശ്രദ്ധ നേടി മെഡിക്കൽ എക്സിബിഷൻ. കാഴ്ചക്കാരെ ഇളക്കിമറിച്ച് ഫ്യൂഷൻ വാട്ടർ ഫയർ ഡ്രം മ്യൂസിക് ഇവന്റ്. ബാപ്പുജിയെ അനുസ്മരിച്ച് രാജ്യം. മഹാത്മജിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. നാടെങ്ങും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും. ചെറുവള്ളിക്കാവ് ഭക്തിസാന്ദ്രം. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. അയ്യപ്പ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ പുനഃപ്രതിഷ്ഠിച്ചു. നാടിനെ തീരാ ദുഃഖത്തിലാഴ്ത്തി ജിജോ മടങ്ങി. പ്രതിശ്രുത വരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചത് ഇന്നലെ രാത്രി. ഇന്ന് വിവാഹം നടക്കേണ്ട ദൈവാലയത്തിൽ നടന്നത് സംസ്കാര ചടങ്ങുകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.